അണ്ണൻ മീൻ വാങ്ങിക്കാൻ വന്നതാണോ പിന്നെ? എന്റെ വീട് തന്നെ അതായിരിക്കുന്നത്. ആ ശരി. പ്രത്യേക സമയം വന്നിരിക്കും ഇവിടെ ആളുകളെ ഞാനൊക്കെ കണ്ട് രാവിലെ മീൻ മേടിക്കും. ഇന്നലത്തെ മീനൊക്കെ വാങ്ങിച്ച് കറി വെച്ചിട്ട് കറി വെച്ച് വെച്ചിരിക്കുക. അവര് പോയി ജോലിക്ക്. ആ ഇനി നമ്മളെടുത്ത് കഴിച്ചാൽ മതി. അവരിനി വൈകുന്നേരം വരുള്ളൂ. വൈകുന്നേരം 5 മണിക്ക്. രണ്ടുപേർക്കും വരുമാനമുണ്ട്. വരുമാനം നമുക്ക് പണിയുള്ളപ്പോൾ കൂലിപ്പണിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം കാണും. ഇപ്പൊ ഒരു മാസം കൊണ്ട് പണിയൊന്നും ഇല്ല, മഴയൊക്കെ. അതെ, കിട്ടുന്ന ആഴ്ചയൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ടോ അതോ അത് ഷാപ്പിൽ കൊടുക്കുമോ? അങ്ങനെയൊന്നുമില്ല, അതൊന്നും പാടില്ല. അത്യാവശ്യമൊക്കെ സൂക്ഷിച്ച് വയ്ക്കണം. നാളത്തേക്ക് കരുതി വെക്കണ്ടേ? മഴയൊക്കെ ആയി കഴിഞ്ഞാൽ പണിയില്ലാതെ ജീവിക്കണ്ടേ? പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ അല്ല സൂക്ഷിച്ചൊക്കെ വയ്ക്കാൻ സമ്പാദ്യമൊക്കെ ഉണ്ടല്ലോ. അത്രേ ഉള്ളൂ. അതുപോലെ കുറച്ച് കാശൊക്കെ കരുതിയൊക്കെ വയ്ക്കണ്ടേ? ഈ മഴക്കാലമൊക്കെ വന്ന് പണിയില്ലാതായാൽ മീൻ വാങ്ങിക്കണ്ടേ? അന്നേരം ആരും മീൻ വാങ്ങിക്കാൻ കാശ് തരും? ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ അത് മടത്തിക്കോണം, കള്ളിക്കാട് പോണത്. ആമച്ചൽ റൂട്ടാണ് ഇതല്ലേ? ഞാനിങ്ങനെ ഈ യാത്ര ചെയ്ത് ഓരോ സ്ഥലങ്ങൾ കണ്ടിങ്ങനെ പോകുന്ന കൂട്ടത്തില്ല. അപ്പോൾ ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറയുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ചോദിച്ചാണ്. ഈ ചാരിക്കുളം അല്ലേ? ചായക്കുളം എന്ന് പറഞ്ഞാൽ വേറെ ഇവിടെ കുളം ഉണ്ടായിരുന്നു. എവിടെയാണ്? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ പേര് വന്നത്. മാർക്കറ്റ് ഉണ്ട്. രാവിലെ വരുന്ന തുടങ്ങത്തേ ഉള്ളൂ. മീനും പച്ചക്കറിയും തന്നെ. നാട്ടിൻപുറത്ത് സംഭവങ്ങൾ എല്ലാം കൂടെ 1 മണിക്കൂർ 2 മണിക്കൂറിനകത്ത് ഉള്ള കച്ചവടമേ ഉള്ളൂ. ആ സമയത്ത് വന്ന് എല്ലാം അടിച്ചേർത്ത് പോവാ. 1 മണിക്കകത്ത് എല്ലാം അടിച്ചേർത്ത് പോവാന്നുള്ളത്. ഞാനിങ്ങനെ നമ്മളിതുപോലെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നവരുമായിട്ട് ഞാനും കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് പോകാന്നുള്ളതാണ് എൻ്റെ ഒരു പരിപാടി. അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നവരാണ്? ഞാൻ വിളിക്കട്ടെ ചേച്ചി. അവിടെ ഇരുന്ന് കുഴപ്പമില്ല, എത്ര സ്ഥലം മതി എനിക്ക്. നിങ്ങളിവിടെ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നവരാണോ? പണിക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ മഴയാവുകൊണ്ട് പണിയില്ല. അതുകൊണ്ട് കൈ കാശുമില്ല. കയ്യിൽ കാശ് വളരെ പണിയില്ലെങ്കിൽ കാശ് കാണത്തില്ലോ. അത് അല്ലേ പണി തന്നെ. പേരെന്തോ? എൻ്റെ പേര് ശശി. നിങ്ങളൊക്കെ പണിക്ക് പോകുന്നവരാണോ അതോ മഴ കാരണം കഥയും പറഞ്ഞിട്ടിരിക്കും? അങ്ങനത്തെ ചേട്ടൻ്റെ ഒക്കെ പണി തന്നെ. എന്ത് പണിയാ? കൃഷി. ഇവിടെ എന്താ പൊതുവെ കൃഷി എന്താണ് ഇവിടെ ഉള്ളത്? വാഴ, മരച്ചീനി ഉണ്ടല്ലേ? പൊതുവെ ഒരു ഇവിടുത്തെ ആളുകളുടെ എല്ലാം ജോലി എന്ന് പറഞ്ഞാൽ കൃഷി തന്നെ അല്ലേ? അവിടെ അതിൽ കൂടെ ഒരു ആറ് പോകുന്നുണ്ടല്ലോ, അത് കനാലാണോ അതോ? അത് ഞാൻ പറഞ്ഞു. രണ്ട് തോട് ചേർന്നിട്ട് അവിടെ ഒറ്റയായിട്ട് പോകും അല്ലേ? അതിന്റെ അപ്പുറത്ത് നേതാവിന്റെ കനാലാണ്. നിങ്ങൾ ഈ പണിയില്ലാത്ത സമയത്ത് ഇവിടെ വന്നിരുന്ന് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നമ്മള് പ്രത്യേകിച്ച് സംസാരിക്കില്ല. ഇനിയിപ്പോ കുറെ കഴിഞ്ഞ് ഞാനാണെങ്കിൽ ഇന്നിപ്പോ മീൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകും. എത്ര രൂപയ്ക്കുള്ള മീനൊക്കെ വാങ്ങിക്കും? മീനൊക്കെ വളരെ വില കുറവാ. വില കുറവ് ഇവിടെ? പക്ഷെ വില കുറവ് 150, 200 രൂപ. ആളിന്റെ നോക്കിയനുസരിച്ച് വില മാറും, അങ്ങനെ ഉണ്ടോ? അല്ല, ഇത് നമുക്ക് അറിയാവുന്നവർ തന്നെയല്ലേ ഇവിടെ വയ്ക്കുന്നത്. അങ്ങനെയാണ്. നമ്മൾ പറയാം അങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ ലുങ്കി എടുത്തോണ്ട് വന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ. എന്നാലും നടക്കൂല. ഇപ്പൊ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് മീൻ കുറവായിരിക്കും. അല്ലെങ്കിലും സ്ത്രീകൾക്ക് പണ്ടത്തെ പോലെ മീനല്ലല്ലോ, ചിക്കനല്ലേ ഇഷ്ടം. ഇത് അങ്ങനെ ആയാലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ചിക്കൻ എന്ന് പറയുമ്പോൾ അവർക്ക് കഴിയായിട്ട് കുക്കറിനകത്തിട്ടൊന്ന് പുഴുങ്ങിയാൽ മതി, വലിയ പാചകമൊന്നുമില്ല. ചിക്കൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു 3 പൊടിയുള്ള മീൻ 200 രൂപ, 250 രൂപ. 1 കിലോ ഒരു കോഴി വാങ്ങിച്ചു കഴിഞ്ഞാൽ
വയ്ക്കുന്നതിൻ്റെ അന്ന് കറി വെക്കാം, പിറ്റന്ന് പെരട്ടാം, പിന്നെ ഫ്രൈ വെക്കാം. അങ്ങനെ അപ്പൊ ഒരെണ്ണം തന്നെ അങ്ങനെയാണല്ലേ? ആദ്യം കറി, പിന്നെ പെരട്ട്, അടുത്ത ദിവസം ഫ്രൈ. അല്ല ഒരു ഐറ്റം മൂന്നാക്കി മാറും. 2-3 ഐറ്റമായിട്ടൊക്കെ മാറും. ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റില്ലല്ലോ, 2 പേരൊക്കെ ഉള്ളത്. വീട്ടിൽ 2 പേരേ ഉള്ള അണ്ണൻ പാചകം ചെയ്യൂ? ഞാൻ ഭാര്യ സഹായിക്കുന്ന കൂട്ടത്തിലാണ്. ഭാര്യയോട് ക്രൂരമായി പെരുമാറുന്ന ഭർത്താവല്ല. അതെ, അത് വേണം തീർച്ചയായിട്ടും. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ പണിക്ക് പോകുന്നതിനിടയിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അത് ശരിയല്ല. അവർ ചെയ്തോ? മക്കളൊക്കെ ജോലിക്ക് പോയോ? എന്തോ മക്കളൊക്കെ 2 മക്കളുണ്ട്. ഒരാൾ അവിടെ താമസിക്കുന്നു, ഒരു പെണ്ണൊരാണ്. അവരൊക്കെ സെയിൽസിന്റെ പണിക്ക് പറ്റുന്നു. അപ്പോൾ അവര് ജോലിയുണ്ട്, നമ്മളും ജോലിയുണ്ട്, നമ്മുടെ കുടുംബമൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോകുന്നു. അതെല്ലാം പ്രത്യേകം. മീൻ വാങ്ങിച്ചോ? മീൻ വാങ്ങിച്ചല്ലേ? മീൻ വാങ്ങിക്കാൻ തുടങ്ങണം. മീൻ വന്നോ? വന്നതേ ഉള്ളൂ. ഒന്ന് തുടങ്ങിയതേ ഉള്ളൂ, വിൽക്കാൻ തുടങ്ങിയില്ലേ? വിൽക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കൂടെ ഒന്ന് പോയി നോക്കാം. നിങ്ങൾ എന്ത് മീനാ വാങ്ങിയത് നമുക്കൊന്ന് അറിയണമല്ലോ. വാങ്ങിക്കാം. എന്ത് മീനാണ് വാങ്ങിക്കുന്നത്? അതിന്റെ മീനിന്റെ വില പച്ചമീനാണല്ലേ? പച്ച മീൻ ഒരു ദിവസം ഇപ്പം എത്ര രൂപ ഉണ്ട് പണി? 1000 രൂപ. 1000 രൂപ. ചിലടത്തൊക്കെ 1100 ഞാൻ ചെയിൻ്റെ പണിക്കാണ് ഹെൽപ്പറായിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് 1100 അതിലൊക്കെ ഇച്ചിരി സൂക്ഷിച്ച് പോയേണ്ടതാണ്. അപ്പം കൈയും കാലും ഒക്കെ മുറിയാനും സാധ്യതയുണ്ടല്ലേ? മുറിവ് പറ്റിയ ഇത് ഉണങ്ങിയില്ല. അതാണ് കാര്യം. ഡെയിലി വന്ന് വീണാലേ നമ്മൾ കത്തി വന്ന് വീണാലെക്കാരും. അതെ, ഈച്ചയൊക്കെ ഉണ്ട്, സൂക്ഷിക്കും. അതെ, മരുന്നിട്ടിട്ടുണ്ട്. ഈച്ചയുടെ ശല്യം കൊണ്ട് പുറത്തിറങ്ങാൻ കേരളത്തില് മഴയൊക്കെ അല്ലേ, മഴക്കാലം. ഈ മാർക്കറ്റ് കൂടെ ഉണ്ട്. വീട്ടിൽ ചക്കയുണ്ടോ? ചക്കയൊക്കെ ഉണ്ടോ? ഇല്ല, ചക്ക ഉണ്ടോ? ഇല്ല, ചക്കയില്ല. നമുക്ക് വീടിരിക്കണോടെ മാത്രമേ ഉള്ളൂ. നമ്മൾ വല്ല ചക്ക ഉണ്ടോന്നൊക്കെ അന്വേഷിച്ചു. നമുക്ക് മീനും നോക്കിയാലോ വല്ലതും ഉണ്ടോ? നമുക്ക് മീനും നോക്കാം. ഇച്ചിരി മീൻ കച്ചവടം നടത്തിയിട്ടുണ്ട് ബാക്കി. ഇവരെയൊക്കെ നെടുകയും പുറമേനെയൊക്കെ വലിച്ചു കീറി വെച്ചിരിക്കുന്നു. നെടുകയും കുറേയൊക്കെ വലിച്ചു കീറി വെച്ചിരിക്കുന്നു. വാള ഉണ്ടല്ലോ. ആ 50. ഇറച്ചി വാളയുണ്ട്, വാള. ഞാനിവിടെ ഉണ്ട്. ചക്ക തോരിയോ? ചക്കയുണ്ട്. ഓ, ചുമ്മാ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് സ്ഥലങ്ങൾ കണ്ടിങ്ങനെ പോകുമ്പോ ഒന്നുമില്ല പേടിക്കാനാണ്. നല്ല ഗംഭീര വാള എങ്ങനെ വില? ആണ്, എന്നാലും ഒരു വില. എന്നാലും ഒരു വില. ഇത് 350. 450. വാള എന്ന് പറഞ്ഞാൽ വാള് പോലിരിക്കുന്ന വാള. എന്നാ ഭീകര വില. അങ്ങനെ 100-നും 150-നും കച്ചവടം നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇന്ന് 100-നും 150-നും കച്ചവടം നടക്കുമെന്ന് തോന്നുന്നില്ല. കോഴി മാറിയില്ലേ? ആരെങ്കിലും ഫ്രൈ എഴുതറി? ഇവിടെ ഒരുപാട് ഈ സാധനങ്ങളാണ്. ഒരു 50 രൂപ 100 രൂപ ചെറിയ കച്ചവടം. ഇവിടെ ഇപ്പൊ 150-200 രൂപ പറയാറ്. ഈ 100 രൂപ കൊണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ 100 രൂപയാണ് ഇരിക്കുന്നത്. 100 രൂപയ്ക്ക് ഇവിടെ കോഴികളാണ്. അതിനാണ് ഞാൻ നിൽക്കുന്നത്. ഇതൊക്കെ താളോടിച്ച് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോകാം. ഉള്ളതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകാനല്ലേ. വാങ്ങിക്കാൻ പറ്റും. ഒരു വാള കഴിക്കണമെന്ന് ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഈ പരിസരത്തോട്ട് എടുക്കാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാം വാങ്ങിച്ചാ ലോൺ കൊണ്ട് അവിടെ നിന്നാണ് ലോൺ എടുക്കുക. അതുകൊണ്ട് തല വെച്ച് കൊടുക്കരുത്. അപ്പൊ ഒന്നുമില്ല. അപ്പൊ ഞങ്ങളെന്നാ പോട്ടെ. ഈ കച്ചവടമൊക്കെ കണ്ട് ഇങ്ങനെ നിങ്ങളെയൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ സ്ഥലങ്ങൾ കണ്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇത് കാണുന്ന ഓരോ കാഴ്ചകൾ. ചെറിയ മാർക്കറ്റ്, ലോക്കൽ മാർക്കറ്റല്ലേ ഇതൊക്കെ കണ്ട്. ശരിയാണ്. ഇങ്ങനെയുള്ള നാട്ടുമ്പുറത്തുള്ള ചെറിയ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാഴ്ചകൾ കാണാം.
ഈ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ വലിയ കാഴ്ചകളിലേക്കോ ചെറിയ കാഴ്ചകളിലേക്കോ വീണ്ടും പോകാം. അങ്ങനെ നമ്മുടെ യാത്ര തുറന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നാളെ കാണാം.